ഇസ്ലാമും വിഗ്രഹാരാധനയും. വിഗ്രഹാരാധന എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് 2001 മാർച്ച് മാസത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ബമിയാൻ മലനിരകളിൽ കൊത്തിവച്ചിരുന്ന ശ്രീബുദ്ധന്റെ പ്രതിമകൾ താലിബാൻ എന്ന യാഥാസ്ഥിതിക മുസ്ലിം തീവ്രവാദികൾ നശിപ്പിച്ചു കളഞ്ഞ സംഭവമാണ്. വിഗ്രഹാരാധനയെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാനായി ദൈവസങ്കല്പം പോലുമില്ലാത്ത ശ്രീബുദ്ധന്റെ പ്രതിമ തകർക്കുക എന്നതിലും വലിയ വിഡ്ഢിത്തം വേറെ ഉണ്ടാകും തോന്നില്ല. മനസ്സിലേക്ക് വരുന്ന മറ്റൊന്ന് ക്രിസ്ത്യൻ പള്ളികളിൽ പാടുന്ന ഒരു പാട്ടാണ്. ബിംബാരാധനയാം തെറ്റിൽ വീണു നശിച്ചൊരു വർഗത്തെ, ഇങ്ങനെ പോകുന്ന ആ പാട്ട്. അതായത് വിഗ്രഹങ്ങൾ, പടങ്ങൾ, രൂപങ്ങൾ, കുരിശുകൾ എന്നിവ കണ്ടൊക്കെ അലങ്കൃതമായ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ നാണമില്ലേ നസ്രാണികളെ? എന്തൊരു ഹിപ്പോക്രസിയാണ് നിങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഓർമ്മ വരുന്നത് റാം ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച രാം ലല്ലയുടെ വിഗ്രഹം നിർമ്മിച്ച അരുൺ യോഗിരാജ് എന്ന കർണാടകക്കാരനെയാണ്. വിഗ്രഹത്തോടൊപ്പം വിഗ്രഹം നിർമ്മിച്ച കലാകാരനെയും ആദരിച്ച ക്ഷേത്ര ഭാരവാഹികൾക്ക് അഭിനന്ദനം. ഒരു കൂട്ടർ വിഗ്രഹം നിർമ്മിക്കുന്നു, മറ്റൊരു കൂട്ടർ വിഗ്രഹം തച്ചുടയ്ക്കുന്നു, വേറൊരു കൂട്ടർ വിഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു. ഇതെന്താ ഇങ്ങനെ ഒരുതരം ഭ്രാന്ത്, ഒരുതരം ഐഡോളോഫോബിയ പിടിപെടാൻ എന്താ കാരണം? ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, മോശയ്ക്കും മുഹമ്മദിനും വിഗ്രഹം എന്ന് കേട്ടാൽ ഭ്രാന്തായിരുന്നു. അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതെന്തുമാകട്ടെ, അതാണ് നമ്മളത് ചോദിക്കുന്നില്ല. എന്നാൽ അതേസമയം യേശുവിനും പൗലോസിനും അത്രയ്ക്കും വലിയ വിഷമം, അതായത് ഐഡോളോഫോബിയ ഒന്നുമില്ലായിരുന്നു. യേശു ആണെങ്കിൽ വിഗ്രഹം എന്ന വാക്ക് പോലും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. എന്തായാലും ഏകദൈവി വിശ്വാസികൾ എന്ന് ചാപ്പ കുത്തുന്ന എല്ലാവരും ഇങ്ങനെ വെറുക്കുന്ന അല്ലെങ്കിൽ അകാരണമായി ഭയപ്പെടുന്ന ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെയെങ്കിലും പ്രതിരൂപമായ 3 ഡയമെൻഷനലായ ഒരു വസ്തുവാണ് പ്രതിമ അഥവാ സ്റ്റാച്ചു. ഈ പ്രതിമയെ ദൈവസങ്കല്പത്തിൻ്റെ പ്രതിരൂപമായി കാണുമ്പോൾ അതിനെ വിഗ്രഹം അഥവാ ബിംബം അഥവാ ഐഡൽ എന്ന് വിളിക്കും. അതായത് ആരാധനാപാത്രമായ 3 ഡയമെൻഷണൽ പ്രതിരൂപം ഐഡലും ബഹുമാനപാത്രമായ 3 ഡയമെൻഷണൽ പ്രതിരൂപം സ്റ്റാച്യുവാണ്. എന്നാൽ 2 ഡയമെൻഷണൽ ആയ പ്രതിരൂപങ്ങളെ, അതായത് പടങ്ങളെ, പിക്ചേഴ്സിനെ എന്തുകൊണ്ടായിരിക്കും വിഗ്രഹം ഐഡൽ എന്ന് വിളിക്കാത്തത്? അതായത് പ്രതിരൂപം 2 ഡയമെൻഷണൽ ആയാൽ കുഴപ്പമില്ല, പക്ഷെ 3 ഡയമെൻഷണൽ ഇമേജ് ആയാൽ കുഴപ്പമാണ്. അങ്ങനെ ചിന്തിക്കുന്നതിലെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹിന്ദുക്കളെ വിഗ്രഹാരാധകരായിട്ടാണ് ക്രിസ്ത്യാനികൾ കരുതുന്ന, ക്രിസ്ത്യാനികളും മുസ്ലിമുകളും കരുതുന്നത്. സകലവിധ വിഗ്രഹങ്ങളും തങ്ങളുടെ ആരാധനാലയങ്ങളിൽ വെച്ചിട്ടുള്ള ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഓർക്കണം. ഇത് പറയുമ്പോൾ 100 തരം ന്യായീകരണങ്ങളുമായി അവർ വരും. 3 ഡയമെൻഷനായ കുരിശിനെ ഞങ്ങൾ വണങ്ങുന്നതേ ഉള്ളൂ, ആരാധിക്കുന്നില്ല, പ്രതിമകളെയും പടങ്ങളെയും ഞങ്ങൾ വെനറേറ്റ് ചെയ്യുന്നു, അല്ലാതെ അഡോർ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. എന്നാൽ ഈ ന്യായങ്ങളെല്ലാം ഹിന്ദു ആചാരങ്ങൾക്കും ബാധകമല്ലേ? അതെ. അങ്ങനെ നോക്കുമ്പോൾ
ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ ബിംബാരാധന നടത്തുന്നവരാണ് എന്ന് മാത്രമേ പ്രഥമ ദൃഷ്ട്യ നമുക്ക് തോന്നിയുള്ളൂ. പ്രഥമ ദൃഷ്ട്യ ഉള്ള തോന്നലാണ് ഞാനീ പറയുന്നത്. അത് കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ്. അല്ല, അതാണല്ലോ മുസ്ലിമുകൾ എപ്പോഴും കൊട്ടിഘോഷിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ടാണല്ലോ അവർ ബുദ്ധപ്രതിമകൾ മാത്രമല്ല കുരിശിനെയും പുൽക്കൂട്ടിലെ ഉണ്ണീശയെയും ഒക്കെ തകർക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൽ മാത്രമാണ് വിഗ്രഹാരാധന ഇല്ലാത്തത് എന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിനുള്ള ഉത്തരം തരുന്നതിന് മുമ്പേ വിഗ്രഹാരാധന എന്താണെന്നൊന്ന് പരിശോധിക്കാം. ആരെങ്കിലും ഒരു പ്രതിമ അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കും. പുരോഹിതർ തങ്ങളുടെ വിശേഷ ശക്തി ഉപയോഗിച്ച് അതിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ആവാഹിക്കും. അങ്ങനെ ശക്തി വന്നുപെട്ടിട്ടുള്ള ആ പ്രതിമയിൽ കൂടി എനിക്ക് ദൈവസന്നിധിയിലേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാം എന്ന് കരുതി അതിൻ്റെ മുന്നിൽ നിന്ന് അത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണോ, അത് ഏത് ദൈവത്തിൻ്റെ പ്രതിരൂപമാണോ ആ ദൈവത്തെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. വിഗ്രഹാരാധന നടത്തുന്ന ആരും പറയുന്നില്ല ആ വിഗ്രഹം ദൈവമാണെന്ന്. അതിന് പിന്നിലുള്ള ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. ലോകത്തിൽ ഒരു ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പക്ഷെ 1000 കോടി കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട്. അവയെല്ലാം മനുഷ്യനിർമ്മിതമാണ്. അപ്പോൾ അവയൊന്നും ദൈവമാകില്ല. അതുപോലെ തന്നെ യേശു ഒന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ദിവസവും 1000 കോടി അപ്പങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ കുർബാന എന്ന കർമ്മത്തിൽ ഉപയോഗിക്കുന്ന അപ്പങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ അപ്പങ്ങൾ മനുഷ്യനിർമ്മിത അപ്പങ്ങൾ യേശുവിന് പകരം നിൽക്കുന്നു. ആ മനുഷ്യനിർമ്മിത അപ്പങ്ങൾ ദൈവമല്ല, അതാകാനും പറ്റില്ല. ആരാധന ദൈവത്തിനു മാത്രമുള്ളതാണ് എന്ന കാര്യവും മറക്കരുത്. ഹിന്ദു ക്ഷേത്രങ്ങളിലെ ബിംബങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ കുരിശുകളും പ്രതിമകളും ബിംബങ്ങളും കാലപ്പഴക്കം വരികയോ കേടുപാടുകൾ സംഭവിക്കുകയോ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാറും, പുതിയത് കൊണ്ടുവന്ന് വയ്ക്കും. ഇത് എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം അവയൊന്നും ദൈവികമല്ല, മാനുഷികമാണ് എന്നാണ്. ഇനി നമുക്ക് ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രക്രിയയാണ് ആരാധന. തന്നിൽ നിന്നും വ്യത്യസ്തമായ എന്തിനെയോ തന്നേക്കാൾ വിശിഷ്ടമാണെന്ന് കരുതി അതിന് നേരെ തോന്നിക്കുന്ന ഒരു വികാരമാണ് ആരാധന. ഉദാഹരണത്തിന് താരാരാധന. ആരാധനാപാത്രം ഇല്ലാതെ ആരാധന നടക്കില്ല. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആരാധന നടക്കൂ. അതായത് യു കനോട്ട് അഡോർ നത്തിങ്നെസ്, യു ഓൾവേസ് അഡോർ സംതിങ്. തിങ്ങിനെ ഞാൻ മെറ്റാഫിസിക്കൽ സെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുന്ന എന്തെങ്കിലും, അതാണ് ഓബ്ജക്റ്റ്. അങ്ങനെ ഒന്നിൻ്റെ ഒരു ഓബ്ജക്റ്റിൻ്റെ അഭാവത്തിൽ ആരാധന അസാധ്യമാണെന്നാണ് യു കനോട്ട് അഡോർ നത്തിങ്നെസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു തിങ്ങിനെ ആരാധിക്കുന്നതെല്ലാം വിഗ്രഹാരാധനയാണ്. കാരണം അതെല്ലാം ഒരു തിങ്ങാണ്, ഒരു വസ്തുവാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാ മതങ്ങളിലെയും എല്ലാ ആരാധനകളും വിഗ്രഹാരാധനയാണ്. ഇക്കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം പ്രകോപിതരാകുന്നത് ഇസ്ലാം മതവിശ്വാസികളാണ്. കാരണം മറ്റെല്ലാ മതവിശ്വാസികളും, ദൈവസങ്കല്പമില്ലാത്ത ബുദ്ധമതക്കാർ വരെ വിഗ്രഹാരാധകരാണ് എന്ന് 40 വട്ടം പുറത്ത് നിന്ന് പ്രഘോഷിക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. മുസ്ലിമുകളുടെ ആരാധനാലയങ്ങളായ മോസ്കുകളിൽ ഒരു രൂപമോ പ്രതിമയോ ഒന്നും കാണില്ല. അപ്പോൾ ന്യായമായിട്ട് ഊഹിക്കാം ഇസ്ലാമിൽ വിഗ്രഹാരാധന ഇല്ല എന്ന്. മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥനയ്ക്കായി, അവരുടെ ദൈവത്തെ ആരാധിക്കാനായി ഒരു പ്രത്യേക സ്ഥലം വേണം എന്നുമില്ല.
അപ്പോൾ പിന്നെ മുസ്ലിമുകൾ ക്രിസ്ത്യാനികളെ പോലെയും ഹിന്ദുക്കളെ പോലെയും വിഗ്രഹാരാധകർ ആണെന്ന് പറയുന്നത് എന്താണ് യുക്തി എന്ന് ആരും ചോദിച്ചു. പക്ഷെ ഒരു സംശയമുണ്ട്. മുസ്ലിമുകൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അവർ ഒരു പ്രത്യേക കേന്ദ്രത്തെ, അതായത് മെക്കയെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ ആരാധന നടത്താവൂ. സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി എന്തിനാണ് മെക്ക എന്ന സ്ഥലത്തെ മാത്രം അഭിമുഖീകരിക്കുന്നത് എന്ന സംശയം യുക്തം. സൗദി അറേബ്യയിലെ മെക്ക എന്ന സ്ഥലത്താണ് കാബ എന്ന അമ്പലം നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ദിശയിലേക്ക് നോക്കി മാത്രം പ്രാർത്ഥിക്കുന്നത് എന്നായിരിക്കും മുസ്ലിമുകൾ നൽകുന്ന സാധാരണ ഉത്തരം. ശരിയാണ്. സൗദി അറേബ്യയ്ക്ക് പടിഞ്ഞാറുള്ള ദേശക്കാർ കിഴക്കോട്ടും കിഴക്കുള്ള ദേശക്കാർ പടിഞ്ഞാട്ടുമാണ് പ്രാർത്ഥനകൾ ദർശനം വയ്ക്കുന്നത്. ഈ ആചാരം ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി ഭൂഗോളം ചുറ്റി സഞ്ചരിക്കുന്ന വിമാനങ്ങളിൽ സമയാസമയം പ്രാർത്ഥനയ്ക്കുള്ള ദിശ കാണിക്കുന്നത് നമുക്ക് വിമാനങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ? മെക്കയുടെ ദിവസം, അതായത് ഈ ആചാരം, അതായത് മെക്കയ്ക്ക് നേരെ നിന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ആ നിയമം തെറ്റിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ മെക്കയുടെ ദർശനം എവിടെയാണെന്ന് അറിയാൻ സാധിക്കാതെ വരികയോ അറിഞ്ഞാലും അങ്ങോട്ട് തിരിയാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ നിയമത്തിന് കിഴിവുള്ളൂ. ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥാനത്ത് മാത്രം നിലനിൽക്കുന്നത് ഒരു വസ്തു, ഒരു തിങ്ങാകാനേ സാധിക്കും. ഒരു ദൈവസങ്കല്പത്തിനോ ഒരു ദൈവത്തിനോ അങ്ങനെ ഒരു സ്ഥലത്തായി നിലകൊള്ളാൻ സാധ്യമല്ല. അപ്പോൾ ആരാധനാപാത്രം ഒരു വസ്തു, ഒരു ഓബ്ജക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ഓബ്ജക്റ്റിനെ ആരാധനാപാത്രമാക്കി ബഹുമാനിക്കുന്നതിനെയാണ് വിഗ്രഹാരാധന അഥവാ ഐഡലട്രി എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മെക്കയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മുസ്ലിമും വിഗ്രഹാരാധനയാണ് നടത്തുന്നത്. മുസ്ലിമുകൾ മെക്കയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ കാബയിലുള്ള ഒരു കല്ല് കാരണമാണ്. കാബയിൽ സ്ഥിതി ചെയ്യുന്ന ആ കല്ല് ദൈവം നേരിട്ട് ആദ്യ മനുഷ്യനായ ആദത്തിന് കൊടുത്തതാണ് എന്നാണ് മുസ്ലിം വിശ്വാസം. അതായത് ആ കല്ല് വെറും ഒരു പ്രതിമയല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന, കൊണ്ടുവന്ന ഒന്നാണ്. അതായത് അത് ദൈവികമാണ്, മനുഷ്യനിർമ്മിതമല്ല. മറ്റെല്ലാ മതങ്ങളിലെയും പ്രതിമകൾ മനുഷ്യനിർമ്മിതമാകുമ്പോൾ മെക്കയിലെ ആ കറുത്ത കല്ല്, ഇപ്പോൾ കറുത്ത നിറഞ്ഞിരിക്കുന്ന ആ കല്ല്, അങ്ങനെ ഒരു മനുഷ്യ സൃഷ്ടിയല്ല, ദൈവികമാണ്. ഒരുപക്ഷെ ഏതോ ഒരു മീറ്റിയോറൈറ്റ് വന്ന് വീണതാണ് ഈ കല്ലെന്നാണ് ശാസ്ത്രീയ നിഗമനം. എന്നാൽ ആ കല്ലിനെ ഒന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാൻ പോലും ആരും തയ്യാറില്ല. കാരണം അത് ദൈവികമാണ്, ദൈവം പൊക്കത്തിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അങ്ങനെ ദൈവികമായതുകൊണ്ടാണ് ഇന്ന് വരെയും ആരും അതിന് പകരമായി മറ്റൊരു കല്ല് സ്ഥാപിക്കാത്തത്. ഏതോ ഒരു യുദ്ധകാലത്ത് ഏതോ പട്ടാളക്കാരവിടെ വന്ന്, പഴയ കാലത്തെ ചരിത്രമാണ്, അതിനെ വികൃതമാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും അത് മാറിയില്ല. അത് പൊട്ടിപ്പോയിട്ടും അതിനെ കൂട്ടിപ്പിടിപ്പിച്ച് കെട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ലാത്തതാണ്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള മറ്റൊരു കല്ലുണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാൽ അത് മാനുഷികമാകും. ക്രിസ്ത്യൻ പള്ളികളെയും ഹൈന്ദവ ക്ഷേത്രങ്ങളിലെയും പ്രതിമകളെ പോലെ മനുഷ്യനിർമ്മിതമാകും. മനുഷ്യനിർമ്മിതമായ പ്രതിമകൾക്ക് ദൈവികത്വം ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ കാബയിലെ ആ കല്ല് മാത്രമേ ആരാധന അർഹിക്കുന്നു. മറ്റെല്ലാ മതങ്ങളിലെയും പ്രതിമകൾ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട, കാലാകാലങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിരൂപങ്ങളൊന്നും ആരാധനയ്ക്ക് അർഹമല്ല.
അതായത് ക്രിസ്ത്യാനിയും ഹിന്ദുവും വിഗ്രഹാരാധന നടത്തുന്നില്ല, അവർ വിഗ്രഹ വന്ദനം മാത്രം. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവർ ആദരിക്കുന്ന പ്രതിമകൾ അല്ലെങ്കിൽ വസ്തുക്കൾ മനുഷ്യനിർമ്മിത വസ്തുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവയെ ബഹുമാനിക്കുകയോ അവയ്ക്ക് സ്തുതി പാടുകയോ ചെയ്യുന്നത്. അവയൊന്നും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു വസ്തുവാണെന്ന് ഒരു ഹൈന്ദവനും ഒരു ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നില്ല. എന്നാൽ ആരാധനയ്ക്ക് അർഹവും ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഏക വിഗ്രഹം ഐഡൽ കാബയിലെ ആ കറുത്ത കല്ല് മാത്രമാണ്. അതായത് വിഗ്രഹാരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഏക മതം ഇസ്ലാം ആണ്.